നമ്മുടെ പണ്ട് കാലത്തെ കഞ്ഞിയും പയറും ചമ്മന്തിയും പപ്പടവും നമ്മുടെ ആ പഴയ കാലത്തേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ? കഞ്ഞി കുടിക്കുമ്പോ ഇങ്ങനെ സ്പൂണൊന്നും എടുത്ത് കഴിക്കാതെ ദേ ഇങ്ങനെ കൈകൊണ്ടെടുത്ത് നന്നായിട്ട് ഇളക്കി ദേ ഇങ്ങനെയാണ് കഴിക്കണം. ശരിക്കും പറഞ്ഞാൽ കഞ്ഞി കുടിക്കുമ്പോൾ വയറിന് നല്ല സുഖമാണ്, അത് മാത്രമല്ല നല്ല രുചിയുമാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരു ദിവസം രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച നമ്മുടെ ചെറുപയർ നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ പാകത്തിന് ഉപ്പും പാകത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കുവാനായിട്ട് വെക്കാം. കഞ്ഞി കുടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് കഞ്ഞിയുടെ കൂടെ നല്ല അടിപൊളി മാങ്ങാ ചമ്മന്തിയാണ്. നല്ല പുളിയുള്ള മാങ്ങ അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണമാക്കി നുറുക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ ഒരു 5-6 ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും, ഇത് കശുവണ്ടിപ്പരിപ്പാണ്, ഇത് വേണമെന്നില്ല, പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും അതിലേക്ക് ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ദേ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നോക്കി, ഇപ്പൊ തന്നെ അതെടുത്ത് കൂട്ടാൻ തോന്നും. അടിപൊളി ചമ്മന്തിയാണ്. കഞ്ഞിയും ചമ്മന്തിയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഞ്ഞി കുടിക്കാൻ ആവശ്യം നല്ല പപ്പടമാണ്. നമുക്ക് പപ്പടം വറുത്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പയറൊന്ന് ഉലർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് വറ്റൽമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നല്ല കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയെല്ലാം കളറെല്ലാം നന്നായിട്ട് മാറി വന്നു കഴിയുമ്പോൾ അതിലേക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെന്ത് വന്നിരിക്കുന്ന ചെറുപയർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചെറുപയർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പുറത്തേക്ക് പോകാതെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറുപയർ തോരനും റെഡി ആയിട്ടുണ്ട്. തോരൻ റെഡി ആയിരിപ്പുണ്ട്. ഇനി നമ്മുടെ ഈ പപ്പടവും നമ്മുടെ ചമ്മന്തിയും ആ കഞ്ഞിയിലേക്ക് ആ ചെറുപയറുകളെ കൂടിയിട്ടൊന്ന് കുഴച്ച് ഒന്ന് കഴിച്ചു നോക്കിയാ കണ്ടോ, കഴിക്കുന്നത് കണ്ടോ? കൊള്ളാം.